CPIM വിട്ട് BJPയിൽ ചേർന്ന മധു മുല്ലശ്ശേരിക്കെതിരെ പരാതി. CPIM മംഗലപുരം ഏരിയ കമ്മിറ്റിയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. മംഗലപുരം ഏരിയ സമ്മേളനത്തിനായി പിരിച്ച 7 ലക്ഷത്തോളം രൂപ മധു മുല്ലശ്ശേരി കൈവശപ്പെടുത്തിയെന്നാണ് പരാതി. എന്നാൽ ഏരിയ സമ്മേളനത്തിന് വേണ്ടി റെസിപ്റ്റ് നൽകി 1 രൂപ പോലും പിരിച്ചിട്ടില്ല എന്ന് മധു മുല്ലശ്ശേരി പ്രതികരിച്ചു. ഇതെല്ലാം എനിക്ക് മാത്രമല്ല, ജില്ലയിലെ പല ഏരിയ സെക്രട്ടറിമാർക്ക് അഭിപ്രായമുണ്ട്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചെയ്യുന്നത്. ഷഫീദ്, AV ജയശങ്കറാണ് വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നത്. ജയ്, ഇപ്പോൾ മധു മുല്ലശ്ശേരിക്കെതിരായി ഈ പരാതി അത് BJPയിലേക്ക് പോയതിന്റെ പേരിലാണോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങളുണ്ട്. മധു മുല്ലശ്ശേരി പറയുന്നു ഈ പരാതിയിൽ പറയുന്ന ഒരു സംഭവം സത്യമല്ല, അങ്ങനെ റെസിപ്റ്റ് ആയിട്ട് 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല ഈ ഏരിയ സമ്മേളനത്തിന്റെ പേരിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട വസ്തുത എന്താണ്? അതിൽ കേസ് എടുത്തിട്ടുണ്ടോ? അതായത് മംഗലപുരം ഏരിയ സമ്മേളനത്തിന് വേണ്ടി മധു മുല്ലശ്ശേരിയുടെ നേതൃത്വത്തിൽ 7 ലക്ഷത്തോളം രൂപ പിരിച്ചു. ഈ തുക ഇപ്പോഴും അദ്ദേഹം അനധികൃതമായി കയ്യിൽ വെച്ചിരിക്കുകയാണെന്ന് കാണിച്ചാണ് മംഗലപുരം ഏരിയ കമ്മിറ്റി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. ഈ പരാതി കഴിഞ്ഞ ദിവസമാണ് പോലീസിൽ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ മധു മുല്ലശ്ശേരിയെ പോലീസ് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മധു മുല്ലശ്ശേരിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. ഒരു തരത്തിലും താൻ ഇത്തരത്തിലുള്ള ഒരു പണപ്പിരിവ് നടത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ആരോട് വേണമെങ്കിലും ചോദിക്കാം, രസീത് വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പണപ്പിരിവും നടത്തിയിട്ടില്ല, തന്റെ കയ്യിൽ ഇത്രയും പണം ഇല്ലതാനുമെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതായും, എന്നാൽ എന്തിനാണ് വിളിച്ചതെന്ന കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല എന്നും പറയുന്നു. എന്തായാലും ഈ ഇടെയാണ് ഇദ്ദേഹത്തെ BJPയുടെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുന്നത്. അതിന് പിന്നാലെയാണ് CPM നേതൃത്വം മധു മുല്ലശ്ശേരിക്കെതിരെ ഒരു പരാതിയുമായി രംഗത്തെത്തുന്നത്. മധു മുല്ലശ്ശേരി ആ പരാതി നിഷേധിക്കുന്നു. CPM പക്ഷേ മംഗലപുരം ഏരിയ കമ്മിറ്റി പക്ഷേ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. ഇരു കക്ഷികളെയും വിളിച്ചു വരുത്തി സംസാരിച്ച ശേഷം ആയിരിക്കും പോലീസ് തുടർ നടപടികളിലേക്ക് നീങ്ങുക. എന്തായാലും നാളെ ഇരു കൂട്ടരും സ്റ്റേഷനിലെത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.